പ്രിയമുള്ളവരെ, ഈശോയിലേക്ക് വരുന്നതിന് നാം തന്നെ ചെന്നാൽ പോരാ. ഞാൻ പറഞ്ഞത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്ന വാക്കുകളാണ്. നീ പോയി നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഉടനെ ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല. കൂട്ടിക്കൊണ്ടുവരണം. നിൻ്റെ ജീവിതത്തിൽ നീ വെച്ചു പുലർത്തുന്ന ചില ശൈലികളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ കൂടെ കൊണ്ട് നടക്കുന്ന ചില പാപശീലങ്ങളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ചില പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥകളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടിക്കൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരേണ്ടത്. പ്രിയമുള്ളവരെ, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ കാണാൻ, ഉണ്ണിയെ കാണാൻ ചെന്നത് ആട്ടിടയർ മാത്രമല്ല. ആട്ടിടയരുടെ കൂടെ അവരുടെ ആടുകളെയും നമ്മൾ കാലിത്തൊഴുത്തിൽ കാണുന്നുണ്ട്. അവർ ചെന്നത് തങ്ങൾക്കുള്ളതെല്ലാമായിട്ടാണ്. ഈ നോമ്പുകാലം നമ്മളെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്ന കാലമാണ്. നമ്മൾ ചെല്ലേണ്ടത് ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ജീവിതം, അതായിരിക്കാം എൻ്റെ സ്വത്ത്. ചിലപ്പോൾ എൻ്റെ പാപശീലങ്ങൾ, അതായിരിക്കാം എൻ്റെ സ്വത്ത്. ചിലപ്പോൾ എൻ്റെ തകർന്ന കുടുംബം, അതായിരിക്കാം എൻ്റെ സ്വത്ത്. അതുമല്ലെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റെ നഷ്ടസ്വപ്നങ്ങളാവാം. അതല്ലെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റെ ചില സന്തോഷ മാർഗങ്ങളാവാം. ഞാൻ എൻ്റെ കർത്താവിലേക്ക് ചെല്ലേണ്ടത് ഇതെല്ലാമായിട്ടാണ്. എങ്കിൽ മാത്രമേ കർത്താവിന് എൻ്റെ ജീവിതത്തെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. സമറിയാക്കാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവൾ കുടം അവൻ്റെ കാൽക്കൽ വെച്ചു എന്നാണ്. അതിനർത്ഥം ഒരുപക്ഷെ അവൾ തൻ്റെ ജീവിതത്തിൽ അന്നുവരെ തൻ്റെ ശീലങ്ങളെയും ആ ശീലങ്ങളിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ കൊണ്ട് കാഴ്ചവെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കും ഈ നോമ്പുകാലത്ത് നമ്മളെ മാത്രമല്ല, നമുക്കുള്ളത് മുഴുവനും, അത് ദുശീലങ്ങളാകട്ടെ, തഴക്കദോഷങ്ങളാവട്ടെ, നമ്മുടെ ഇല്ലായ്മകളും തകർച്ചകളുമാവട്ടെ, ഇതെല്ലാം കൊണ്ട് കാഴ്ചവെച്ച് കർത്താവിൽ നിന്നും കൃപാവരങ്ങൾ സ്വീകരിക്കുന്ന ദിനങ്ങളായി ഈ നോമ്പിൻ്റെ ദിനങ്ങളെ മാറ്റാം.